ഹലോ ഓൾ. അപ്പോൾ നമുക്ക് ഇന്ന് ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ടുള്ള ചോറും കറിയും വെച്ചാലോ? അപ്പോൾ വേറൊന്നുമല്ല, ഒരു കറിയും ജസ്റ്റ് ഒന്ന് ചോറും വെക്കാൻ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അരി കഴുകി എടുത്തിട്ടുണ്ട്. നമ്മൾ റൈസ് കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അരി ഒരു 10-20 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ കുക്കറിലേക്ക് ഇറക്കി വെക്കുന്നത്. നമ്മുടെ തെർമോ കുക്കറാണ് കേട്ടോ. അതിനുശേഷം ഞാനൊരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു. ഞാൻ ചോറിൻ്റെ കൂടെയും ഗ്രീൻ പീസൊക്കെ കൂട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ തലേദിവസം ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അരി തിളച്ചിട്ടുണ്ട്. അത് നമ്മൾ കുക്കറിനുള്ളിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എണ്ണ ചൂടാക്കി അതിലേക്ക് സവാള വഴറ്റുകയാണ്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് റെസിപ്പി ആയിട്ടൊന്നുമല്ല ചെയ്യുന്നത്. നമ്മുടെ പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമ്മൾ ഗ്രീൻ പീസ് ഇട്ടിട്ട് വിസിൽ കേൾപ്പിച്ചെടുക്കുകയാണ്. 2 വിസിലോളം കേൾപ്പിച്ചു. അപ്പോൾ അന്നേരം കൊണ്ട് നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ വേവൊക്കെ കറക്റ്റ് നോക്കി എടുക്കുകയാണ്. പിന്നെ ഞാനിത് ഊറ്റാൻ വേണ്ടിയിട്ടൊരു ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ പേപ്പർ ക്ലിപ്പിങ്ങിനെ 3 സൈഡിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ നമുക്ക് ഊറ്റിയെടുക്കാനായിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ. നല്ല അടിപൊളി ടെക്നിക്കല്ലേ. അപ്പോൾ ഇത് നമ്മുടെ കളയും ചോറും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.